വീട്ടിൽ ശൈത്താന്റെ ഷർറുണ്ടെങ്കിൽ ആ ഷർറു മാറ്റാനുള്ള വഴി അള്ളാന്റെ ഖുർആൻ പറഞ്ഞു തരുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട്. അള്ളാഹു നമ്മുടെ വീടുകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ. വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കിവിടാൻ 5 പൈസയുടെ പണിയൊന്നുമില്ല. വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കിവിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. 1 രൂപ പോലും ചെലവാക്കണ്ട. കൂടോത്രവും മന്ത്രവാദവും മുട്ടകുഴിക്കലും ഒന്നും വേണ്ട. ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി, വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങിപ്പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടണമെങ്കിൽ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, ഖുർആനിലെ ഒരു ആയത്ത് ഓതിയ നിന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അള്ളാഹു ഇറക്കി വിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? എങ്ങനെ ഓതാനാ ഉസ്താദെ? ഞാനും അവനും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ? എന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇനി ഞാനെങ്ങനെ? അത്രയ്ക്കും ഫ്രണ്ട്സുകളാണ് നിങ്ങൾ അല്ലേ? ശൈത്താനെ ഇറക്കി വിടാനുള്ള ഒരു ആയത്ത് ഞാൻ പറഞ്ഞുതരാം. പൈസ ഒന്നും വേണ്ട. നിങ്ങൾ ചെയ്യുവോ? വീട്ടിൽ ഇരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കി വിടാം. നിന്റെ തലയിൽ കൂടിയിരിക്കുന്ന ശൈത്താൻ ആദ്യം ഇറക്കി വിട്. അള്ളാഹു ഈമാൻ തരട്ടെ. ഒന്ന് കൈപൊക്കിക്കേ. ഒരായത്ത് ഓത്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ശൈത്താൻ ഇറങ്ങിപ്പോൻ. മക്കളെ, നിങ്ങൾ പൊക്കണ്ടടാ. നിങ്ങളുടെ കൂടെ ശൈത്താൻ കൂടത്തില്ല. ഇത്ര നിന്ന് ഹാഫിദ എത്ര പേരായിരുന്നു? 2, 4, 6, 8, 10, 12, 14, 16 പേരില്ലേ? 16 പേര്. നിങ്ങളുടെ മുന്നിൽ ശൈത്താൻ തോറ്റതാ. അവൻ പോയി. ഇനി പേടിക്കണ്ടട്ടാ. അതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും 25-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചൊറിച്ചൽ വരുന്നു, വീട്ടിൽ പോകണം, കരച്ചിൽ വരുന്നു, സങ്കടം വരുന്നു. എന്താ? ശൈത്താൻ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നതാ. ഇനി നിങ്ങളുടെ അവന്റെ പണിയൊന്നും നിങ്ങളോട് നടക്കൂല. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ശൈത്താനെ ഇറക്കി വിടണോ? ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി. ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ വീടിനകത്ത് കയറുന്നതിന് മുമ്പ് ഒരു ആയത്ത് ഓതണം. വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ആയത്ത് ഓതണം. ഓതുമ്പോ ഇബിലീസ് മക്കളോട് പറയും, ഇന്നിവിടെ കടക്കാൻ പറ്റൂല, വേറെ വീട് നോക്കിക്കൊള്ളാൻ. നിങ്ങൾ ഇന്ന് ഈ ആയത്ത് നിങ്ങളുടെ വീടിനകത്ത് കയറുമ്പോൾ ഓതിയാൽ വീടിനകത്തിരിക്കുന്ന ഇബിലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി ഇവിടെ കടക്കാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട്ടിൽ പൊക്കോളാൻ, ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏതായത്താ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ തങ്ങള് അവിടെ നിന്ന് കുറച്ച് ഗനീമത്ത് സ്വത്തിന് കാവലിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞു. കാവൽക്കാരനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. കാവലിരിക്കുമ്പോ രാത്രി ഒരുത്തം വന്നിട്ടൊരു പ്രായമുള്ളൊരു മനുഷ്യൻ ചാക്കിനകത്ത് വാരി നിറയ്ക്കുക. അബൂ ഹുറൈറ തങ്ങൾ കണ്ടുപിടിച്ചു. കള്ളനെ കയ്യോടെ പിടികൂടി. നിന്നെ ഞാൻ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മനുഷ്യൻ, അബൂ ഹുറൈറ, എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ദാരിദ്ര്യം കാരണം വന്നെടുത്തതാ, എന്നെ പിടിച്ചോണ്ട് പോകരുത്. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ വിഷമം കേട്ടപ്പോ പറഞ്ഞു, നീ പൊക്കോളാൻ, ഇനി ചെയ്യരുത്. 2ാമത്തെ ദിവസവും വന്നു, അന്നും പിടിച്ചു. അന്നും മക്കളുടെ കാര്യം പറഞ്ഞ് കരഞ്ഞു. അപ്പോഴും അബൂ ഹുറൈറ തങ്ങൾ വെറുതെ വിട്ടു. പക്ഷെ 3ാമത്തെ ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇവനെ പിടിച്ചു. അപ്പൊ പറഞ്ഞു, ഇനി നിന്നെ ഞാൻ വിടൂല. 2 പ്രാവശ്യം നിനക്ക് ഞാൻ സമ്മതം തന്നു, ഇനി നിന്നെ ഞാൻ വിടത്തില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകും, മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകും. അങ്ങനെ അവസാനം എന്തു പറഞ്ഞാലും വിടില്ല എന്ന് മനസ്സിലായപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു അബൂ ഹുറൈറയോട്, ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം. അള്ളാന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് നീ രക്ഷപ്പെടും. ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് നീ രക്ഷപ്പെടും. ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടുവില്ലേ? നബിയെ, ആദ്യത്തെ 2 ദിവസം അവൻ കരച്ചിലും ബഹളവുമായിരുന്നു. 3ാമത്തെ ദിവസം ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ. പക്ഷേ അവൻ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു. ശൈത്താനിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് പഠിപ്പിച്ചു തന്നു. ഏതായത്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുൽ കുർസിയ്യ്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസിയ്യ്. ഈ ആയത്തുൽ കുർസിയ്യ് ഏത് മനുഷ്യൻ തന്റെ വീടിനകത്തിരുന്ന് പാരായണം ചെയ്യുന്നു, ആ വീട്ടിൽ നിന്ന് ശൈത്താനിന്റെ ഷർറ് ഒഴിവാകും. ഇബ്ലീസും അവന്റെ മക്കളും പിന്നെ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ?
അവന് കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ. എന്നിട്ട് അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, അവൻ ആരാന്നറിയോ? അറിയില്ല നബിയെ, അത് സാക്ഷാൽ ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ ഇബ്ലീസ് തന്നെയാണ് അവനെ പൂട്ടാനുള്ള പൂട്ട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ശൈത്താനിന്റെ ഷർറു മാറണോ, വീട്ടിൽ പോയിരുന്ന ആയത്തുൽ കുർസി പാരായണം ചെയ്യ്. എല്ലാവരും ഒരു ആയത്തുൽ കുർസി ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അള്ളാഹു എല്ലാവിധ ഷർറുകളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വീടിന്റെ വെളിയിൽ വിടുമ്പോ ആയത്തുൽ കുർസി അല്ല തവക്കൽതു അലല്ലാഹ് പറ. വണ്ടിയിലേക്ക് കയറുമ്പോ തവക്കൽതു അലല്ലാഹ് പറ. കച്ചവടത്തിന് പോകുമ്പോ തവക്കൽതു അലല്ലാഹ് പറ. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന്, കണ്ണീറും പ്രാക്കും സിഹ്റും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യനെ അവിടെ നിന്ന് സംരക്ഷിക്കുകയാ. നാലാമതായിട്ടോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്തൊരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അവന് കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ വ മൗലാനാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ. ഏത് പ്രയാസത്തിന്റെ സമയത്തും ലക്ഷങ്ങളുടെ കടം വന്നാലോ, സമ്പത്ത് മുഴുവനും തകർന്നു പോയാലോ, കച്ചവടം മുഴുവനും തകർന്നു പോയാലോ, പടച്ചവനെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാലോ, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി കടന്നു വന്നാലോ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ, പിടിച്ചു നിൽക്കാനുള്ള ഒരു ഈമാനുണ്ടല്ലോ. അല്ലാഹു നിനക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. പ്രയാസങ്ങളെ കടന്നു വരുമ്പോ, അല്ലാഹുവേ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരുമ്പോ ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ. കച്ചവടം നടത്തിയിട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി കടക്കാരനാകിയപ്പോ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന കാലമാണല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മൾക്ക് പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, പതറുകയാണ്, പേടിച്ചു പോവുകയാണ്. എന്തേ മനുഷ്യ നിനക്ക് ധൈര്യമില്ലാതെ പോയത്? എന്തേ നിനക്ക് ധൈര്യമില്ലാതെ പോയത്? അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ. എന്തു വന്നാലും അത് റബ്ബിന്റെ തീരുമാനമാണെന്ന് നീ വിശ്വസിക്കേണ്ടവനല്ലോ. ഈമാൻ കാര്യത്തിൽ ആറാമത്തത്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കണമല്ലോ. അത് വിശ്വസിക്കാതെ നീ യഥാർത്ഥ മുസ്ലിമാകില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എത്ര വലിയ പ്രയാസം വന്നാലും പറഞ്ഞോ തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിന്റെ സഹായം കിട്ടും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ നിന്റെ ഭർത്താവ് നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ ഭർത്താവിന്റെ കുടുംബക്കാര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നീ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ എത്ര പരിഹസിച്ചാലും നാടൻ കെടുത്തിയാലും, നീ അല്ലാഹുവേ തവക്കൽതു അലല്ലാഹ് പറഞ്ഞോ. പടച്ച റബ്ബ് നിന്റെ മനസ്സിന് ധൈര്യം തരും പെങ്ങള്. നിനക്ക് പഠിക്കാറുള്ള ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന നിമിഷമുണ്ടല്ലോ, ആ നിമിഷത്തിൽ നിനക്ക് ഈ ദിക്റൊന്ന് 3 പ്രാവശ്യം പറയാൻ കഴിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ.
പടച്ചവരെ ഈ പറയുന്ന ദിക്ർ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ഇതാര് പറഞ്ഞ ദിക്റെന്നറിയുമോ? ഇതാര് പറഞ്ഞ ദിക്റെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ് ആയിഷ ബീവി. ആയിഷ എന്ന് പറയുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അല്ലാഹുവേ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സൗബാ റളിയല്ലാഹു തആല അൻഹു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ഇവര് രണ്ടുപേരെയും ചേർത്ത് പറയുകയാണ് ആയിഷ ബീബി വ്യഭിചരിച്ചെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ സഫ്വാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരുമായി വ്യഭിചരിച്ചെന്ന് പറഞ്ഞു പരത്തുകയാ. മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത്, പിന്നെ എല്ലാവരും ഏറ്റുപിടിക്കുകയാണ്. കാരണം ആയിഷ ബീബിക്ക് എതിരായിരുന്ന തെളിവുകൾ മുഴുവനും എവിടെ നോക്കിയാലും ആയിഷ ബീബിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ നാട്ടുകാർ ചർച്ച ചെയ്യുകയാ. എവിടെ നോക്കിയാലും അവിടെ ഇത് ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല, അള്ളാന്റെ റസൂലിന് അവിടെ നിന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് കടന്നു വന്നു, അള്ളാന്റെ റസൂൽ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്, നിനക്കൊരു സമാധാനം കിട്ടാൻ, നിനക്കൊരു സമാധാനം കിട്ടാൻ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വാപ്പ കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാപ്പയുടെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉപ്പാ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ തങ്ങൾ മിണ്ടുന്നില്ല. അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. ഉമ്മാനെ കെട്ടിപ്പിടിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു, ഉമ്മാ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഉമ്മാ, ഇവര് പറയുന്നത് കള്ളമാ ഉമ്മാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാ. ഉമ്മയും ഒന്നും മിണ്ടിയില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് കിടക്കുകയാണ്. തന്റെ വീടിനകത്ത് കയറിയിട്ട് വാതിലടയ്ക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അന്ന് ആയിഷ ബീബിക്ക് ചെറിയ പ്രായമാണ്, നിന്റെ മക്കളുടെ പ്രായമേ ഉള്ളൂ. ആയിഷ ബീബിയെ ഒരു നാട് മുഴുവനും അവിടെ നിന്ന് തെറ്റുകാരിയായി കാണുകയാണ്. പലരും സംശയത്തോടെ നോക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ആത്മഹത്യ ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്തെന്നറിയുമോ? ഓരോ ദിവസവും സുബഹി കഴിയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടോ? മുത്തുനബി അവിടെ നിന്ന് കടന്നു വരുന്നുണ്ടോ? പടച്ചവനെ ആഴ്ചകൾ കഴിയുകയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് സുബഹി കഴിഞ്ഞു നോക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീബി ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു നബിയേ. ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് ഇറങ്ങി വന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു. ആയിഷ ഖുർആനിൽ ആയത്തിറങ്ങി. ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ എനിക്കുറപ്പായിരുന്നു നബിയേ ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന്, ജിബ്രീൽ ആയത്തുമായി വരുമെന്ന് എനിക്ക് വല്ലാത്ത ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ ജിബ്രീൽ വരുമെന്ന് നീ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? എങ്ങനെയാ നീ പിടിച്ചു നിന്നത്? ഇത്രയും ദിവസം എല്ലാവരും
എല്ലാവരും നിന്നെ കൈയൊഴിഞ്ഞപ്പോ നീ എങ്ങനെയാ പിടിച്ചു നിന്നത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു, നബിയേ, നിസ്കാരപ്പായിലിരുന്ന് പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ് നബിയേ. ആയിഷ ബീബി റളിയല്ലാഹു തആല നിസ്കാരപ്പായിലിരുന്ന് പറഞ്ഞത് ഒരേ ഒരു ദിക്റാ. ഏത് ദിക്റെന്ന് അറിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആയിഷ ബീബി റളിയല്ലാഹു തആല തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുണ്ടായ സമയത്ത്, ഏറ്റവും കൂടുതൽ ഒരു പരീക്ഷണമുണ്ടായ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല പിടിച്ചു നിന്നത് ഈ ദിക്ർ പറഞ്ഞിട്ടാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തന്നത്, ജീവിതത്തിൽ ലക്ഷങ്ങളുടെ കടം വരുമ്പോ, സർവ്വതം തകർന്നു പോകുമ്പോ, പടച്ചവനെ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അല്ലാഹ് 3 പ്രാവശ്യം സമാധാനത്തോടുകൂടി ഇരുന്നിട്ട് നിനക്കൊന്ന് പറയാൻ പറ്റുമോ? ഹസ്ബുനല്ലാഹ്, അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാണ്, പറഞ്ഞോ തവക്കൽതു അലല്ലാഹ്, പറഞ്ഞോ തവക്കൽതു അലല്ലാഹ്. ഏത് വലിയ പ്രതിസന്ധി ഉണ്ടായാൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ഒരു മനധൈര്യമുണ്ടല്ലോ, അത് അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ പ്രയാസമുണ്ടായാലും, ക്യാൻസർ രോഗം വരുമ്പോ എത്രയോ പേര് പടച്ചവനെ, ഞാൻ ഈ അടുത്തൊരാളെ കണ്ട് ക്യാൻസർ രോഗമാണ് ഉസ്താദേ, അൽഹംദുലില്ലാ അല്ലാഹു തന്നതല്ലേ, സ്വീകരിക്കല്ലേ വേണ്ടത്. ക്യാൻസർ രോഗം പിടിച്ചാലും എത്ര വലിയ പ്രയാസം വന്നാലും അല്ലാഹു നമുക്ക് ധൈര്യം തരും, നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത് ഞാൻ കണ്ടപ്പോ ഒരാള് പറഞ്ഞു, ഉസ്താദേ, കയ്യും കാലും കെട്ടിയിടാൻ ഭാര്യയോട് പറയും, അടുത്ത് ടാബ്ലറ്റുകളൊന്നും കൊണ്ടുവെക്കരുതെന്ന് പറയും. കാരണം വേദന സഹിക്കാൻ കഴിയാതെ എപ്പോഴാ ചിലപ്പോ തോന്നിയൊക്കെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറ. അതുകൊണ്ടാ പണ്ടുള്ളവരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോ പള്ളിക്കകത്ത് വന്നിരിക്കും. നമ്മളോ പണ്ട് കച്ചവടം ഒന്ന് തകരുമ്പോ, എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് പള്ളിക്കകത്ത് പോയിരിക്കും, അള്ളാനോട് പറയാൻ പോയിരുന്ന് നിസ്കരിച്ച് ദുആ ചെയ്യും, അതിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരുന്നു. നമ്മൾ കള്ളിശാപ്പിൽ പോകും, അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോകും സമാധാനം കിട്ടാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, അള്ളാന്റെ തീരുമാനങ്ങളല്ലേ. നമ്മളെപ്പോഴും സന്തോഷം മാത്രമല്ലല്ലോ. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ ഉസ്താദ് അല്ല എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ, എന്റെ അല്ല എന്നെ രക്ഷപ്പെടുത്താത്തത് എന്താ, എനിക്ക് മക്കളെ തരാത്ത എന്താ, എനിക്ക് വീട് തരാത്ത എന്താ, എന്തിനാ അല്ല ഇങ്ങനെ എന്നെ പരീക്ഷിക്കണേ? പലരും ചോദിക്കാറുണ്ട്. ചിലര് പറയും, ഉസ്താദ് എനിക്ക് അല്ലാഹ്ക്ക് എന്തോ എന്നോട് വല്ലാത്ത വൈരാഗ്യം ഉള്ളതുപോലെ. അങ്ങനൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് ഒരു മനുഷ്യനോട് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അല്ലാഹ് എന്ത് ചെയ്യും? അള്ളാഹുവിന് ഒരാളോട് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ നമ്മളെ പോലല്ല. നമുക്ക് സ്നേഹം കൂടിയാൽ നമ്മൾ വേറെ കെട്ടിപ്പിടിക്കാറാ. പക്ഷെ അള്ളാഹുവിന് ഒരു അടിമയോട് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ അള്ളാഹ് അവനെ പരീക്ഷിക്കും. ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കായിരുന്നു. ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു വേദനിപ്പിച്ചത് കള്ളുകുടിയനെയും അബൂജഹലിനെയും ഫിറഔനിനെയും കാറൂനെയും ആയിരുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. എന്തുകൊണ്ട്? സ്നേഹം കൂടിയതുകൊണ്ട്. എടാ, അള്ളാഹു എന്തിനാണ് ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നതെന്നറിയോ? ഇവന്റെ ഈമാൻ ഉറച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. ഇവന്റെ ഈമാൻ പറയുമല്ലോ, അല്ലാ നീയാണ് ഏറ്റവും വലിയവൻ, സർവ്വതിനെക്കാളും വലുത് നീയാ അല്ലാന്ന് നമ്മൾ പറയണില്ലേ? അല്ല നമ്മളെ അളക്കുന്നതാ മനുഷ്യ. അള്ളാഹു നിന്നെ അളക്കുന്നതാ. നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്ത് തന്നാലും അത് മാറ്റാൻ അള്ളാഹ്ക്ക് കഴിവുണ്ടെന്ന് എന്താ മനസ്സിലാക്കാത്ത? കടം തന്ന, പണ്ട് നിന്റെ വാപ്പയ്ക്ക് എത്ര ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു, ആര് ആത്മഹത്യ ചെയ്തേ? ഇവിടെ പള്ളിയിൽ പോയിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പറയുമ്പോൾ അതിനൊരു വഴി അള്ളാഹ് കാണിച്ചു കൊടുക്കുമായിരുന്നു. നമുക്ക് ആ വിശ്വാസമുണ്ടോ? നമുക്ക് ആ വിശ്വാസമില്ല. പണ്ടുള്ളവരുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. ഉസ്താദന്മാരെയും സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും മക്കാമുകളിൽ പോയി ദുആ ചെയ്യുമായിരുന്നു. ഇതൊന്നുമില്ല.
എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ പരീക്ഷിക്കും, അള്ളാഹു നമ്മളെ വേദനിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരിച്ചു, കണ്ടു കൊതിയിരുന്നതിന് മുമ്പ് ഉമ്മ മരിച്ചു, തന്റെ താങ്ങും തണലുമായിരുന്ന എത്രയോ പേര് മരിച്ചുപോയി. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മുത്തുനബിയ. തന്റെ എത്ര മക്കളാണ് അള്ളാന്റെ റസൂൽ തങ്ങൾ ഖബറടക്കിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, സ്നേഹം കൂടിയ അള്ളാഹു പരീക്ഷണം തരും. ഉസ്താദേ, 5 നേരം ഞാൻ നിസ്കരിക്കും, ഞാൻ ഈ ഹിഫ്ദ് കോളേജിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, കുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട്, അള്ളാഹു എനിക്ക് ക്യാൻസർ തന്നില്ലേ? പാപ്പ സ്നേഹം കൂടിയത് കൊണ്ടാ. സ്വർഗത്തിൽ വെറുതെ പോകാൻ പറ്റുമോ? ഇല്ല. സ്വർഗത്തിൽ പോകാൻ നിനക്ക് പറ്റുമോ? അള്ളാഹു ചില പരീക്ഷണങ്ങൾ തന്ന് നിന്നെ വേദനിപ്പിക്കും, എന്നിട്ട് നിനക്ക് അതിനു പകരം സ്വർഗം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് ഒരു വലിയ മന്ത്രമൊഴിയായി നമ്മൾ കൊണ്ടു നടക്കണം. അള്ളാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം നിന്റെ മനസ്സ് അള്ളാഹു ഉറപ്പിച്ചു തരും. ഏത് ശക്തിയുടെ മുന്നിലും പേടിക്കാതെ നിനക്ക് നിൽക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. 5ാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹ് ഹഖ തവക്കുലി ലറുസിഖതും കമാ തുർസഖു തൈർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഉപജീവനത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 4ാമത്തെ പ്രതിഫലം, 5ാമത്തെ പ്രതിഫലം എന്താ? തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകുകയാണ്, നിന്റെ സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുകയാണ്. പടച്ചവൻ നിന്റെ റിസ്കിൽ വിശാലത നൽകുകയാണ്. നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അല്ലാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുകയാ. പഠിക്കണം പെങ്ങള്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. അല്ലാഹു നിന്റെ ഉപജീവനത്തിൽ ബർക്കത്ത് നൽകുകയാ. നിനക്ക് പേടിയാ ഉസ്താദേ, പെൺകുട്ടി വളർന്നു വരികയാണ്, എങ്ങനെയാണ് ഇതിനെ കെട്ടിക്കുന്നത്? എന്റെ പൊന്നുമോള് വളർന്നു വരുമല്ലോ, എന്റെ മക്കളെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? അതിനു വേണ്ടിയല്ലേ നീ ഹറാമായ വഴി എവിടെന്ന് തേടുന്നത്? പലിശ കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, പലിശയ്ക്ക് വാങ്ങുന്നവരും കൊടുക്കുന്നവരുമുണ്ടല്ലോ, ലോട്ടറി എടുക്കുന്നവരുണ്ടല്ലോ. എന്തിനാ മനുഷ്യ ടെൻഷൻ അടിക്കുന്നത്? വാർഹീറിയ റബ്ബിനറിയാ നിനക്ക് തരാനുള്ള ഭക്ഷണം തരാൻ. അല്ലാഹുവിനറിയുമല്ലോ. എടാ, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു നിന്റെ റിസ്ക് എഴുതിയിരിക്കുകയാ. നീ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അല്ലാഹു നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് കിട്ടേണ്ട സമ്പാദ്യം നിനക്ക് തന്നെ കിട്ടുമല്ലോ. എന്തിനാ നീ കിടന്ന് പേടിക്കുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? തവക്കൽതു അലല്ലാഹ്. രാവിലെ കൂടിനകത്ത് നിന്ന് പറവകൾ ഇങ്ങനെ പറന്നു പോകുകയാണ്, ഒട്ടിയ വയറുമായിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാക്കയും ജോലിക്ക് പോകാറില്ല, ഒരു പറവയും ജോലിക്ക് പോകാറില്ല. ഇന്ന സ്ഥലത്ത് പോയാണ് തിന്നേണ്ടതെന്ന് ഉറപ്പിച്ചിട്ടല്ല അവര് പോകുന്നത്. മരത്തിന്റെ മുകളിൽ തന്റെ ചെറിയ കൂടുണ്ടല്ലോ, ആ കൂടിനകത്തിരുന്നിട്ട് മക്കളോട് പറയുകയാ, നിങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് വരാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പറവകൾ ഇങ്ങനെ ആകാശത്തിലൂടെ പറന്നു നടക്കുകയാ. എന്നിട്ട് വൈകുന്നേരമാകുമ്പോ ഒട്ടിയ വയറുമായിട്ട് പോകുന്ന പറവകളുണ്ടല്ലോ, വയറ് നിറച്ച് ഭക്ഷണം കടിച്ച് ബാക്കിയുള്ള ഭക്ഷണം തന്റെ മക്കൾക്ക് കൊണ്ടുവരികയാ. അതിന് ഭക്ഷണം കൊടുക്കുന്നതല്ലയല്ലേ, അതിന് ഭക്ഷണം കൊടുക്കുന്നതല്ലയല്ലേ. എന്തുകൊണ്ട് നീ കാണുന്നില്ലടാ? കൈയില്ലാത്തവനും കാലില്ലാത്തവനും അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നില്ലേ? പലപ്പോഴും നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ, നീ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ പലപ്പോഴും അല്ലാഹു നിനക്ക് ഭക്ഷണം തന്നില്ലേ? തന്നവൻ ആരാണെന്ന് നിനക്കറിയാത്ത രീതിയിൽ പലപ്പോഴും പടച്ചവൻ നിനക്ക് നിഅമത്തുകൾ കാണിച്ചു തന്നില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിൽ പരമേൽപ്പിച്ചോ. അത് വീടിന്റെ പണിയാണെങ്കിലും, കടയുടെ കച്ചവടമാണെങ്കിലും, ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും, ഭാര്യയുടെ കാര്യമാണെങ്കിലും, മക്കളുടെ കാര്യമാണെങ്കിലും, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്
അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നേറ്റിറങ്ങിക്കഴിഞ്ഞാൽ എന്തിനാണ് ഈ കാണുന്ന സ്ഥാപനമുണ്ടല്ലോ അതിന്റെ തുടക്ക സമയത്ത് പടച്ചവര് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇതെങ്ങനെ നടക്കുമെന്ന് അവര് പേടിച്ചിരുന്നല്ലോ. പിന്നെ അവസാനം പറഞ്ഞ് തവക്കൽതു അലല്ലാഹ്, അല്ലാഹ് ഉണ്ടല്ലോ ഉസ്താദ്, 6 കൊല്ലമായിട്ടും ഇന്നിവിടെ ഇത് നിലനിൽക്കുന്നുണ്ടല്ലോ. ഇതിന്റെ തുടക്ക സമയത്ത് പണി നടക്കുമ്പോ ആചാര് ഇവിടെ പണ്ടപ്പോ പറഞ്ഞു, ഉസ്താദ് ഇതൊക്കെ മുന്നോട്ട് അലല്ലാഹ് പോവാ, തവക്കൽതു അലല്ലാഹ്. തമാശ രീതിയിലാ പറഞ്ഞു, തവക്കൽതു അലല്ലാഹ് പോവാ. 6 കൊല്ലമായിട്ടും ഇന്ന് വരെ ഈ മക്കള് തിന്നാതെ ഇവിടെ കടന്നിട്ടുണ്ടോ മക്കളെ? പട്ടിണി തിന്നാതെ ഇല്ല. അല്ലാഹ് തരും മനുഷ്യ. എടാ അല്ലാഹ് ഉണ്ട്, പടച്ചവനുണ്ട് നമ്മുടെ കൂടെ. ഇനി നിങ്ങളൊക്കെ കൈയൊഴിഞ്ഞാലും അള്ളാഹു ഇവർക്കുള്ള റിസ്ക് ഇവർക്ക് തന്നെ കൊടുക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. റബ്ബ് അന്നം മുടക്കൂല സഹോദര. പെണ്ണ നീ ചിന്തിക്കേണ്ട എന്തെന്നറിയോ? ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കേണ്ടത്, പെണ്ണുങ്ങൾക്ക് ആർത്തിയ, സമ്പത്തിനോട് വല്ലാത്ത ആർത്തി, ഹറാമും ഹലാലും നോക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബി വനിതകളോട് ചോദിച്ചു, സ്വർഗ്ഗത്തിൽ പോണ ഒരു പെണ്ണിനെ കാണണോ? സ്വർഗ്ഗത്തിൽ പോണ ഒരു പെണ്ണിനെ കാണണോ? സഹാബി വനിതകൾ പറഞ്ഞു, കാണുന്ന നബിയെ. പോന്ന വിറക് വെട്ടുകാരന്റെ ഭാര്യ സ്വർഗ്ഗത്തിലാ. ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യ നടന്നു പോകുന്നു, കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഓള് സ്വർഗ്ഗത്തിലാണെന്ന്. സഹാബി വനിതകൾ ഓടി ആ വിറക് വെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, ഒന്നുമില്ല. ഇല്ല, എന്തെങ്കിലും ഉണ്ടോ? അവസാനം ആ പെണ്ണ് പറഞ്ഞ മറുപടി, രാവിലെ എന്റെ ഭർത്താവ് വിറകു വെട്ടാൻ വേണ്ടി വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ ഞാൻ കൂടെ ചെന്ന് കൈ പിടിച്ചിട്ട് പറയും, ഹറാമായ ഭക്ഷണവും ഹറാമായ പൈസയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. വൈകുന്നേരം വരുമ്പോ ഹറാമായ ഒന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് ജോലിക്ക് പോകുമ്പോ ഞാൻ എന്റെ ഭർത്താവിനെ ഓർമ്മപ്പെടുത്തും. അതിനാ ഉമ്മ ആ പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുത്തത് എന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മളോ യവനെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, പൈസ ആയിട്ട് വന്നാ മതി. ഭർത്താവ് എടുക്കുന്ന ലോട്ടറി അടിച്ചോ എന്ന് നോക്കുന്നതാരാ? ആമിന. ലോൺ നിന്റെ ഭർത്താവിനെ കൊണ്ട് നീ ചിന്തിക്കേണ്ടെന്നറിയോ? ഒന്നുമില്ലാത്ത നിനക്ക് അല്ലാഹു 2 സെന്റ് ഭൂമി തന്നു. 2 സെന്റ് ഭൂമി നിനക്ക് അല്ലാഹു തന്നു. എന്നിട്ട് നീ ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ ഒന്ന് തറ കെട്ടി, അത് കഴിഞ്ഞപ്പോ അതിന്റെ മുകളിൽ ഒന്ന് കല്ല് കെട്ടി ഒന്ന് വാർത്തു. അതുവരെ 5 നയാ പൈസ ഹറാമില്ലായിരുന്നു നിന്റെ വീട്ടില്. ഈ വീട് വാർത്തു കഴിഞ്ഞപ്പോ നീ ഭർത്താവിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, ഇക്കാ ഇതെങ്ങനെങ്കിലും ഒന്ന് ക്ലിയർ ആക്കി അകത്ത് കയറി കിടക്കാം. ആമിന പൈസ ഇല്ല, ആമിന ലോൺ എടുക്കുക. നീ അല്ലേ എടുപ്പിച്ചേ? ഇന്നാ ഇക്ക കൊണ്ട് പണയം വെക്കുക. വിൽക്കാനല്ല നീ പറഞ്ഞത്. എന്നാ നീ ആലോചിക്കടി, ഭൂമിയില്ലാത്ത നിനക്ക് ഭൂമി തന്നില്ലേ? തറകെട്ടി തന്നില്ലേ? മഴ പെയ്താൽ നനയാതെ കിടക്കാനുള്ള വാർപ്പ് വരെ അല്ല തന്നില്ലേ? പിന്നെ ബാക്കി തരാൻ എന്തേ അള്ളാഹ്ക്ക് കഴിവില്ലാതെ പോയോ? നിനക്ക് ക്ഷമിക്കാൻ മനസ്സില്ലാതെ പോയി. നീ പഠിക്കേണ്ടത് എന്തെന്നറിയോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചു കിടക്കുകയാണ്. തന്റെ ചോര കുഞ്ഞിനെയും തന്റെ മകനെയും കൊണ്ടുപോയി സഫാ മറുവ എന്ന് പറയുന്ന 2 മലകളുടെ നടുവില്, മനുഷ്യവാസമില്ലാത്ത ഒരു പറവ് പോലുമില്ലാത്ത, വെള്ളമില്ലാത്ത കൊടും കാട്ടില്, വന്യമൃഗങ്ങളുള്ള കാട്ടിൽ കൊണ്ടുപോയി മരുഭൂമിയിൽ തന്റെ മകനെയും പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞിനെയും ഭാര്യയെയും ഇറക്കി വിട്ടിട്ട് ഇബ്രാഹിം നബി തിരിച്ച് നടന്നുപോയപ്പോ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുകയാ? ഞങ്ങളെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് നിങ്ങൾ പോകുകയാണോ? ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നില്ല, മറുപടി പറയുന്നില്ല. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനം ചോദിച്ചു, നിങ്ങളുടെ തീരുമാനമാണോ അല്ലാഹുവിന്റെ തീരുമാനമാണോ? അതാ പെണ്ണ്, അതാടി പെണ്ണ്, അതാകണം പെണ്ണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഇത് നിങ്ങളുടെ തീരുമാനമാണോ അല്ലാഹുവിന്റെ തീരുമാനമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ തീരുമാനമാ. ഹാജറ ബീബി പറഞ്ഞു, തിരിഞ്ഞു നോക്കാതെ പൊക്കോളാൻ. ഞാൻ കിടക്കുന്നത് കൊടുങ്കാട്ടില, എന്റെ മോൻ പാല് കുടിക്കുന്നവനാ, വെള്ളമില്ല, ഭക്ഷണമില്ല, വീടില്ല, ആരുമില്ല. എന്നിട്ടും ഹാജറ ബീബി പറഞ്ഞെന്തെന്നറിയോ? അല്ലാഹ്ക്കറിയാം എന്നെ എന്റെ മോനെ നോക്കാൻ. അതാ ഈമാൻ. നീ അങ്ങനെ ആകണം. വല്ലപ്പോഴും ആ മഹദിയുടെ ചരിത്രം വായിച്ചു നോക്കണം. നിന്റെ ഭർത്താവ് ലോൺ എടുക്കാൻ പോയാ നീയല്ലേ സമ്മതിക്കാതിരിക്കേണ്ടത്? നിന്റെ സ്വർണം പണയം വെക്കാൻ പോകുമ്പോ ഇക്ക പണയം വെക്കണ്ടിക്ക, പലിശക്കാരനാവൂല്ലേ, ഇക്ക കൊണ്ട് വിക്കി എന്ന് എന്തുകൊണ്ട് നീ പറയുന്നില്ല? ലോട്ടറി എടുക്കുന്ന ഭർത്താവിനെ നന്നാക്കാൻ എന്തുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയുന്നില്ല? എവിടെന്നാ ഇക്ക വൈകുന്നേരം പൈസയുമായിട്ട് കയറി വരുമ്പോ ഇത്രയും പൈസ എവിടെ നിന്നാ എന്ന് നീ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? ഇതാരെങ്കിലും പറ്റിച്ചതാണോ? പിടിച്ചുപറിച്ചതാണോ? ഇക്ക
ഹലാലാണോ ഹറാമാണോ എന്തുകൊണ്ട് നീ ചോദിക്കുന്നില്ല? നീ സ്വന്തം പിഴച്ചു, എന്നിട്ട് നിന്റെ മക്കളെ പിഴപ്പിക്കുന്നു. നീ നിന്റെ മക്കളോട് എന്താ പറയാ? മക്കളെ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം. എല്ലാ ഉമ്മമാരും, ഏകദേശമുള്ള ഉമ്മമാര് മുഴുവനും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം. അതുകൊണ്ടാ മോളെ നിന്റെ മോൻ കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നത്, മയക്കുമരുന്ന് കച്ചവടത്തിന് പോകുന്നത്. നിന്റെ മക്കൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് നീ ചിന്തിക്കുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ വിചാരിച്ചിരിക്കും മക്കൾ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നതാണ് മക്കളോടുള്ള സ്നേഹമെന്നല്ല. ഒരു വാപ്പ അറിഞ്ഞു കൊടുക്കണം. പണ്ടത്തെ പെണ്ണുങ്ങൾ എങ്ങനെന്നറിയോ? പണ്ടത്തെ പെണ്ണുങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരല്പം ഭക്ഷണം താഴെ വീണാൽ നമ്മുടെ ഉമ്മ താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിൽ ഇട്ട് തന്നിട്ട് പറയും, മോനെ ഇതേ ഉള്ളടാ, ഇത് നിന്റെ വാപ്പ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാ, കളയല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മ താഴെ വീണ ചോറ് പോലും എടുത്ത് കഴുകി തന്ന് നമ്മളെ തീറ്റിപ്പിച്ചു. ഇന്ന് നിന്റെ പൊന്നുമോൻ ഒരു പാത്രം ചോറ് കൊണ്ട് കളഞ്ഞ നീ എന്തെങ്കിലും പറയോ സഹോദരി? അതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ല. അതെങ്ങനെ ഉണ്ടായതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പണ്ടത്തെ പെണ്ണുങ്ങളും ഇന്നത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്കണം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, ഓരോ വാപ്പയും അങ്ങനെയാകണം. അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വിളിച്ചു. ഒറ്റയ്ക്കൊരു വീട്ടിലാ താമസിച്ചിരുന്നത്. ആരുമില്ലാത്ത ഒരു സ്ഥലത്താണ് അബൂദർ തങ്ങൾ ജീവിച്ചിരുന്നത്. അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ ഭാര്യയെയും മക്കളെയും അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ആരും എന്നെ വെറുക്കരുത്, എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കരുതി വെച്ചിട്ടില്ല. ഈ സ്വഹാബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും വൈകുന്നേരം തികയുന്നതിന് മുമ്പ് പാവങ്ങൾക്ക് കൊടുക്കും, ഒന്നും കരുതി വെച്ചിട്ടില്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു, വാപ്പ ഇന്ന് മരിച്ച എന്റെ മയ്യത്ത് പൊതിയാൻ തുണി വാങ്ങാൻ പോലും എന്റെ അടുത്ത് പൈസയില്ല. ഒരു ഭർത്താവ് ഒരു വാപ്പ തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്തു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് തുണി വാങ്ങാനുള്ള കഫൻ തുണി വാങ്ങാൻ പോലും 1 രൂപ ഈ വീടിന്റെ അകത്തില്ല. കീറാത്ത ഒരു വസ്ത്രമില്ല എന്റെ കഫൻ പൊതിയാൻ. ഞാൻ മരിച്ചാൽ എന്റെ കഫൻ പൊതിയാൻ പോലും ഒരു നല്ല വസ്ത്രം ഈ വീടിന്റെ അകത്തില്ല. അത്രയ്ക്കും പാവപ്പെട്ടവനാ നിങ്ങളുടെ വാപ്പ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് ചിന്തിക്കേണ്ടത് ഇവിടെയാ. ഈ ഇരിക്കണ പ്രായമുള്ള ഒരു മനുഷ്യനും വീട്ടിൽ പോയിട്ട് വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് ടാബ് വേണം, എനിക്ക് സൈക്കിൾ വേണം, എനിക്ക് മൊബൈൽ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറില്ലായിരുന്നു. കാരണം നിന്റെ വാപ്പയ്ക്ക് 150 രൂപയാ ശമ്പളമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു. നമുക്കറിയാമായിരുന്നു വാപ്പയുടെ ശമ്പളം എത്രയാണെന്ന്. ഒരു മോനും ടാബ് വേണമെന്നൊക്കെ പറഞ്ഞ മൊബൈൽ വേണം, ടാബ് വേണം, സൈക്കിൾ വേണം, മേടിച്ചെന്നില്ലെങ്കിൽ തൂങ്ങൂന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നത്തെ മക്കൾ അങ്ങനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു കൊടുത്തു, തന്റെ വാപ്പയുടെ അവസ്ഥ ഇതാ. എന്നിട്ടും പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വഴിയിൽ കൊണ്ടുപോകണം, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി നിൽക്കണം എന്റെ മയ്യത്ത്. ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാം. ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണുമ്പോ നിങ്ങൾ പറയണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയ മയ്യത്ത് തുണി വാങ്ങാനുള്ള പൈസ പോലും ഇല്ലാത്ത പാവപ്പെട്ടവനാ. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് ഖബറടക്കാൻ പറഞ്ഞാൽ മതി. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് ഖബറടക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങൾ പേടിക്കണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂദർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു. മക്കൾ കുളിപ്പിച്ചു മയ്യത്ത് കൊണ്ടുപോയി വഴിയിൽ വെച്ചിട്ട് വെയിലത്ത് കാത്തു നിന്നു. ഒരുപാട് മണിക്കൂറുകൾ നിന്നു. അപ്പോഴാണ് ഉംറ കഴിഞ്ഞൊരു സംഘം വരുന്നത്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ആ സംഘത്തിന്റെ നേതാവാ. ഈ കൊച്ചുകുട്ടികൾ ഉപ്പാട മയ്യത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പയ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയ മരിച്ചു, മയ്യത്ത് തുണി വാങ്ങാൻ പൈസയുമില്ല, തുണിയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് ഖബറടക്കണം. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന് അത്ഭുതമായി, ആരാ അല്ലാഹ് ഇത്രയും ദരിദ്രൻ? ഏത് സഹാബിയാ അല്ലാഹ് കഫൻ തുണി വാങ്ങാൻ പോലും പൈസയില്ലാത്ത ഇത്രയും വലിയ പാവപ്പെട്ടവനാരാ? മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തി നോക്കിയപ്പോ മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, സദഖ റസൂലുള്ളാഹ്, മുത്തുനബി പറഞ്ഞത്
സത്യമാണെന്ന് അബൂദർ തങ്ങളുടെ ജനാസയുടെ മുന്നിൽ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയുമോ? മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് പണത്തിനോടുള്ള ആർത്തി കുത്തിക്കൊടുക്കരുത്. ആ വിഷം നീ കുത്തിക്കൊടുക്കരുത്. ആ വിഷം കുത്തിക്കൊടുത്താൽ അവസാനം നിനക്ക് തന്നെ അത് നാശമാകും. പക്ഷെ നീ പറഞ്ഞു കൊടുക്കേണ്ടത് എന്തെന്നറിയോ? മഹാനായ ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ മകൻ നിസ്കരിക്കാതെ കിടക്കുമ്പോ തന്റെ മകന്റെ ചാരത്ത് പോയിരുന്നിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതി കൊടുക്കുമായിരുന്നു. മരിക്കുന്ന കാലം വരെ ഉപ്പമാരോട് ഞാൻ പറയുന്നു, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ മക്കൾ ഒരാളുടെ മുന്നിലും യാചിക്കാതെ മരിക്കുന്ന കാലം വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ മക്കളോട് ഖുർആൻ പറഞ്ഞു കൊടുക്ക്. അല്ലാഹു പറയുകയാ, വഅമുർ അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം. ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും, കൊറോണ വന്നാലും വന്നില്ലെങ്കിലും, ലോക്ക്ഡൌൺ ആണെങ്കിലും ഇല്ലെങ്കിലും, മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. പൈസയുടെ ചെലവില്ല, ഉറക്ക വഴിയണ്ട, കഷ്ടപ്പാടില്ല, ഒന്നുമില്ല. ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? പൈസ ഒന്നും തരണ്ട മനുഷ്യ. പൈസ ഇല്ല, കഷ്ടപ്പാടില്ല, ഒന്നുമില്ല. ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ തെണ്ടാതെ ജീവിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യാന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്കുക. അല്ല, ഞാൻ പിരിവെടുത്തോളാമെങ്കിൽ നീ പിരിവെടുത്തു, അത് വേറെ വിഷയം. ഞാൻ പള്ളിയുടെ മുന്നിലും വീട്ടിലും കയറി തെണ്ടാൻ വിധി ഉണ്ടെങ്കിൽ അത് ഉണ്ടോ, അത് പോട്ടെ. നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. ഇന്ന് മുതൽ ഉസ്താദ് പറയുന്ന ഒരു കാര്യം ചെയ്യുമെന്ന് നേരെ പൊക്കട ചങ്ങാതി. ദുആ ചെയ്യട്ടെ. കൈ പൊക്കാത്തവനോടിരിക്കെ കൈ പൊക്കുന്നവര് പൊക്ക് ദുആ ചെയ്യട്ടെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഇരുന്ന് ആരെല്ലാം കൈപൊക്കിയിട്ടുണ്ടോ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും തെണ്ടണ്ട ഗതി വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരവസ്ഥ വരുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഈ ഉയർത്തിയ കൈ കൊണ്ട് നന്മതിന്മ എഴുതിയ കിതാബ് വലത് കൈ കൊണ്ട് വാങ്ങാൻ ഭാഗ്യം നൽകണേ അല്ലാ. കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗദുൽ കൗസർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഈ കൈപൊക്കിയ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. കൈപൊക്കാത്തവന് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ പറ. കൈപൊക്കാത്തവന്റെ കാര്യം എനിക്കറിയത്തില്ല, ഞാൻ പൈസ ചോദിച്ചോ, ഉറക്കൊഴിയാൻ പറഞ്ഞ ഒന്നുമില്ല. എടാ, മരിക്കുന്ന കാലം വരെ തെണ്ടാതിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. പൊക്കടാ. ഇല്ല ഉസ്താദെ, ഞാൻ തെണ്ടിക്കോളാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൈ താഴ്ത്തറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാൻ. ചെയ്യുവോ? ഒന്ന് കൈവക്കിക്കേ. ഇപ്പൊ രണ്ട് കൈയും പൊങ്ങിയില്ലേ? ഇതാദ്യം ചെയ്തിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും പറയിക്കണമായിരുന്നു. ശരി, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.